ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ആക്സസറി ആണ് എടുക്കുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു വേസ്റ്റ് നെക്ക് ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. അത് വീഡിയോ ഒക്കെ കാണുന്നതിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തു. എന്നിട്ട് കുറച്ച് സീക്വൻസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് നെറ്റിൻ്റെ അകത്തോട്ട് കുറച്ച് സീക്വൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സൈഡിലോട്ട് മടക്കി ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ സീക്വൻസ് ഇട്ട് കൊടുക്കുകയാണ്. അതും മടക്കി സെൻറ്ററിലാക്കി കൊണ്ടുവന്നു. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് വീഡിയോക്കകത്ത് കാണുന്നത് പോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടി വെച്ചു. അങ്ങനെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. സിൽവർ കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ റബ്ബർ ബാൻഡ് കാണാതിരിക്കാനായിട്ട് അത് കവർ ചെയ്തുകൊണ്ട് ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റബ്ബർ ബാൻഡിൻ്റെ ചുറ്റിനും ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള നിൽക്കുന്ന ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി ഒരു ഹെയർ ബാൻ ഉണ്ടാക്കാനായിട്ടാണ് ഈ ബോ വെക്കാനായിട്ട് ഒരു കമ്പി കൊണ്ടുള്ള ഒരു ഹെയർ ബാനാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഗ്രീൻ കളറ് സാൻഡൽ റിബൺ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1/2 ഇഞ്ച് വീതിയുള്ള സാൻഡൽ റിബൺ ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കമ്പിയിലോട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് വലിച്ചു പിടിച്ച് വേണം ചുറ്റി കൊടുക്കാനായിട്ട്. അങ്ങനെ ഫുള്ള് സാൻഡൽ റിബൺ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഹെയർ ബാൻഡിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ വെച്ചിട്ട് ബോ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ബോയുടെ സൈഡിലായിട്ടും ഗ്ലൂ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട്. അങ്ങനെ ബോ ഹെയർ ബാൻഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മുടെ ഹെയർ ആക്സസറി എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.